നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത് നമ്മുടെ ചുണ്ടുകളാണ് അല്ലേ? ചുണ്ടുകൾ നല്ല ചുവന്നു തുടുത്തിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? പക്ഷേ ചുവന്നു തുടുക്കുക എന്നതിലല്ല കാര്യം. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, മോയ്സ്ചറൈസ്ഡ് ആയിരിക്കുക, അല്ലെങ്കിൽ നല്ല സപ്പിളായിട്ടിരിക്കുന്ന ചുണ്ടുകൾ അതെങ്ങനെ കൈവരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കം ഓൺ, ലെറ്റ്സ് ലേൺ ഇറ്റ്. ചുണ്ടുകൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണ് ബീട്രൂട്ട് ലിപ് ബാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. നമ്മുടെ കറുത്ത ചുണ്ടുകൾക്ക് നല്ലൊരു നിറം നൽകുവാനും അതിനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിലനിർത്തുവാനും ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട്. മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഒരുപാട് തരം ലിപ് ബാംസൊക്കെ അവൈലബിൾ ആണ്. ബീട്രൂട്ട് ലിപ് ബാം തന്നെ ആ ഒരു പേരിൽ തന്നെ വരുന്നുണ്ട്. എന്നാലും അത്രയൊക്കെ പൈസ മുടക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ജസ്റ്റ് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണിത്. അപ്പോൾ ഇതിനാദ്യം നമ്മളൊരു ബീട്രൂട്ട് എടുത്ത് അതിന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മുഴുവൻ ബീട്രൂട്ട് നമുക്ക് ആവശ്യമില്ല. ഒരുപാടൊന്നും നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു കഷ്ണം അലോവേരയുടെ ജെല്ല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവേരയാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നാച്ചുറലായിട്ടുള്ള അലോവേര ഇല്ലെങ്കിൽ അലോവേര ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. അലോവേര ജെല്ലാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. പിന്നെ അലോവേരയുടെ ഗുണങ്ങൾ പറയേണ്ടതില്ലല്ലോ. അത് നമ്മുടെ സ്കിന്നിനും നല്ലതാണ്, നമ്മുടെ ഹെയറിനും നല്ലതാണ്. ജ്യൂസാക്കി കുടിക്കുന്നവരുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റാണ് അലോവേര. അതെല്ലാ വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റാണ്. ചൂട് കാലത്തൊക്കെ മക്കൾക്കുണ്ടാവുന്ന ചൂടുകുരുവൊക്കെ മാറാൻ വേണ്ടിയിട്ട് അലോവേര ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അവരെ പുറത്തും കഴുത്തിലും നെറ്റിയിലൊക്കെ ചൂടുകുരു ഉണ്ടാവുമല്ലോ, അവിടെ ഒക്കെ ഇങ്ങനെ ചെറുതായി മസാജ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. പെട്ടെന്ന് അതുകൊണ്ട് മാറിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കൂളിംഗ് എഫക്റ്റുമാണ്. അപ്പം നമ്മൾ ബീട്രൂട്ടും അലോവേരയും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ബീട്രൂട്ടിൻ്റെ പൾപ്പൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ ഒരു ജ്യൂസ് മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്താൽ മതി കേട്ടോ. കാരണം ഇതിൻ്റെ ജ്യൂസ് അത്രയേ ഉണ്ടാവൂ. കുഞ്ഞു പാത്രത്തിൽ ഇതിനെ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇതിനെ അരിച്ചൊഴിക്കാം. ഇത്രയും നീരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് പിഴിഞ്ഞിട്ടുള്ള ആ ഒരു ചണ്ടി ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ബോഡി സ്ക്രബായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അത് ഞാൻ പിന്നീട് കടലപ്പൊടിയുടെ കൂടെയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് നമ്മുടെ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതേ ഉള്ളൂ. നല്ല സാധനമാണല്ലോ, വെറുതെ നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു കുഞ്ഞു സ്പൂണിൽ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് മാത്രമല്ല, ഇതിൽ വാസലിൻ ചേർക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വെണ്ണ ചേർക്കുന്നവരുണ്ട്. വാസലിനൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഇത് നമ്മുടെ വയറ്റിലോട്ട് പോകുന്ന സാധനമാണല്ലോ. എന്തായാലും ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ നാവിലൊക്കെ ആയി വയറ്റിലോട്ട് എന്തായാലും പോകും. അപ്പോൾ ചില കുഞ്ഞു കുട്ടികൾ, എൻ്റെ മോളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ലിപ് ബാം ഇടുന്ന സമയത്ത് അവളും ചുണ്ടും കൊണ്ട് വരും. അപ്പോൾ കുറച്ച് എന്തായാലും അവളെ ചുണ്ടിലും തേച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നെയ്യൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കുട്ടികളെ വയറ്റിൽ പോകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. എന്നാൽ വാസലിനൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നെയ്യ് ചേർക്കാനാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇതൊന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, തണുത്ത് കഴിയുമ്പോൾ ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കാം. പിന്നെ ഇത് ഒന്നുകൂടി ആറിക്കഴിയുമ്പോൾ പെർഫെക്റ്റായിട്ട് ഒരു ബാമിൻ്റെ ഒരു പരുവത്തിലെത്തിക്കോളും. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് ഞാനിതിനെ ചെറിയൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു നെയ്യിൻ്റെ ബോട്ടിൽ തന്നെയാണ് കേട്ടോ, അതിലാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ അത്ര ലുക്കൊന്നും ഇല്ലെങ്കിലും വളരെ നല്ലൊരു ലിപ് ബാമാണിത്. നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ വെറുതെ ഇതൊന്ന്
തൊട്ട് ചുണ്ടിലൊക്കെ ആക്കി കൊടുത്താൽ നമ്മുടെ ചുണ്ട് നല്ല പിങ്കിഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതേപോലെ നല്ല മോയ്സ്ചറൈസേഷനും കിട്ടും. അപ്പോൾ ഒരുപാട് പൈസയൊന്നും മുടക്കുകയും ചെയ്യേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.